മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഏതാണ്? ഡേ 13 അല്ലല്ലോ, ഡേ 14. ഡേ 14. ഡേ 14 സക്സസ്. കണ്ണു തുറക്കാൻ വയ്യ. ശരി, അപ്പോൾ വാക്കിംഗ് കഴിഞ്ഞിട്ട് കാണാം. യെസ്, കാരണം ഇന്നലെ ഞങ്ങൾ ബ്രസീൽ മാച്ചൊക്കെ കണ്ട് അവർ 8 നിലയിൽ പൊട്ടിയതൊക്കെ കണ്ട് കിടന്നപ്പോ സമയമായി. അതുകൊണ്ട് ഹാലൻഡിന്റെ കളർ ഇട്ടിട്ടുണ്ടാ? നോർവേന്റെ. ഇന്ന് നോർവേ തണുക്കുണ്ടായിരുന്നു രാവിലെ. ഞാവൽപ്പഴം നിങ്ങൾക്കൊന്നുമില്ല, മമ്മിക്ക്. താങ്ക് യു. ഇന്നലെ നമ്മൾ ഡേ എൻഡ് ചെയ്തത് ഒരു ഫുട്ബോൾ മാച്ചായിട്ട്, ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്തത് അടുത്ത ഫുട്ബോൾ മാച്ചായിട്ട്. നൈസ് ഡേ. അടിപൊളി ഗെയിംസാണ് ഇപ്പം നടക്കുന്നതൊക്കെ. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പൗഡറാണ് കേട്ടോ. മറ്റേ ഡ്രൈ ജിഞ്ചർ പൗഡർ, ടേമറിക്, പെപ്പർ, സിനമൺ പൗഡർ, ഇതെല്ലാം കൂടെ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചതാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ വെള്ളത്തിലൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം, ഹാഫാക്കി എടുക്കണം. എന്നിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. സോ ഇതാണ് മോർണിംഗ് ഡ്രിങ്ക്. പിന്നെ കഴിക്കാൻ ഇന്ന് എനിക്ക് മ്യൂസ്ലിയാണ്. മ്യൂസ്ലി ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. സുഖി ഉറങ്ങിയിട്ടിരിക്കുകയാണ്. ഇവിടെ ദീദി വന്നിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന ഡോഗ്സിനെല്ലാവരും ഇപ്പോൾ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ റൂം ചെയ്യുമ്പോൾ അവരിനൊക്കെ എടുത്ത് ഞാൻ ബാൽക്കണിയിൽ വരുന്നു. അവ ഉറങ്ങായിരുന്നു, ഞാൻ എണീപ്പിക്കേണ്ട വിചാരിച്ചതാണ്. പക്ഷേ ദീദി വന്നപ്പോൾ അവ എണീറ്റ് വന്നു. അപ്പം ഞാൻ എൻ്റെ മ്യൂസ്ലി അത് കുറേ നേരം സോക്ക് ചെയ്തല്ലോ, കുറച്ച് നേരം, അത് സുഖിക്ക് കൊടുത്തു. ഞാനിനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നൊരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. ഇന്നൊരു പാർസലുണ്ട്, നമുക്ക് അത് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ. ഇപ്പോൾ സമയം 11:15. ഞാൻ കറക്റ്റ് 10:45 എണീറ്റത്. മൺഡേ പിന്നെ ഞങ്ങൾ ജിമ്മ് പോകാറില്ല, സൺഡേ മൺഡേ. കാരണം സാറ്റർഡേ സൺഡേ അഗ്രസീവ് ഫുട്ബോൾ കളിയൊക്കെ അല്ലേ, ബോഡിക്ക് റെസ്റ്റ് വേണം. ഇനി നാളെ മുതൽ നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യും ജിമ്മിൽ. അതിൻ്റെ സുന്ദരി മോള് രണ്ട് മേലെയുണ്ട്, താഴെയുണ്ട്. അപ്പം ഞാൻ വേഗം ഇത് കുടിക്കട്ടെ, എന്നിട്ട് അടുത്ത പരിപാടി. ഇന്ന് ലഞ്ചിന് വയറ് കുറച്ച് അപ്സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കേർഡ് റൈസ് ഉണ്ടാക്കി. എൻ്റെയും സുഖീൻ്റെയും ഫേവറേറ്റ് കോമ്പിനേഷൻ എന്താ അറിയോ? ഇങ്ങനത്തെ യമ്മി കേർഡ് റൈസും അതിൻ്റെ കൂടെ ബ്രിഞ്ചോൾ ഫ്രൈ. ഇത് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഒരു മുട്ട ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്ലഫി ആയിട്ടുള്ള ഒരു മുട്ട ഓംലെറ്റ്. സോ ഇനി പെട്ടെന്ന് കഴിക്കട്ടെ. ഇപ്പോൾ സമയം 3:45. വേഗം കഴിക്കട്ടെ, വിശക്കുണ്ട്. സോ ഇതാണ് നമ്മുടെ ലഞ്ചിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് കേർഡ് റൈസ്, മാംഗോ പിക്കൽ, ബ്രിഞ്ചോൾ ഫ്രൈ, ഫ്ലഫി മസാല ഓംലെറ്റ്. ഇതാ ഇവർക്കും കുറച്ച് കുറയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് വന്ന് നിൽക്കുക. മൊമ്മോ, റൂഫി എവിടെ? സോറോ എവിടെ? സോറോ ഡാഡിൻ്റെ കൂടെ ഉറങ്ങാൻ പോയാ? ശരി, നിങ്ങൾ രണ്ട് ഗുഡ് ഗേൾസാ മമ്മീൻ്റെ. ശരി, മമ്മി ഫുഡ് കഴിക്കട്ടെ, മമ്മീനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിനാ നിങ്ങൾക്ക് ഇപ്പം സ്നാക്സ് തന്നത്. ഓക്കെ, അവരെ തന്നെ ഡിസ്റ്റർബ് ചെയ്തോളും. ശരി, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. അയ്യോ, വർക്ക് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. വേഗം കഴിച്ചിട്ട് പണി ചെയ്യണം. ഫുള്ള് ഫുഡ് കഴിച്ചു. റൂഫി നമ്മുടെ വ്ളോഗ് നോക്കണം. എപ്പോൾ വ്ളോഗ് ഇട്ടാലും റൂഫി വന്നിട്ട് നോക്കും. അല്ലേ റൂഫി?
മോമോ നീ ഇന്ന് വ്ലോഗ് നോക്കണില്ലേ? ആ ഗുഡ് ഈവനിങ്. ഇന്ന് കണ്ട ഇവിടെ ഒരു തെങ്ങ് റൂട്ടിന്റെ അവിടെ നിന്ന് കേടായിട്ട് എന്താന്നറിയില്ല വീണുണ്ട്. എന്നിട്ടതാ എന്റെ പിള്ളേര് തെങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതെന്താ സോറോ നീ കണ്ടുണ്ടാ? റൂഫി തെങ്ങ് കണ്ടാ നീയേ? അവിടെ എവിടെ പോണു? ഇവിടെ വാ, കമ്മിയർ. ലീശ എന്താ ഊരി തിരിച്ച്? ആ ഇവര് ഫുൾ എക്സൈറ്റ്മെന്റ് ഇല്ലേ? നിങ്ങക്ക് കളിക്കാൻ പുതിയ സ്ഥലം കിട്ടിയാ? കളിക്കാൻ പുതിയ സ്ഥലം കിട്ടിയാടാ? കരിക്ക് പോലത്തതൊക്കെ എല്ലാരും പറിച്ചു കൊണ്ടുപോയില്ലേ? ആ കുഞ്ഞു മൊച്ചിങ്ങ മാത്രമുണ്ട്. സോറ മതി പോവാ, ബാ. ഇവരെല്ലാരും നമ്മളെ ഡോഗ്സിന്റെ പേര് വിളിച്ച് കളിച്ചിട്ടിരിക്കുന്നുണ്ട്. പേരെന്താന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ വരില്ലേ സോറോ? വാ പോവാ, വായോ സോറോ. ചാടിയിട്ട് വാ ബാബാ, ചാടിയിട്ട് വാ. ആ വടി കൂടെ വരുള്ളൂ ട്ടാ, വാടാ. അങ്ങനെ സാറ്റർഡേയും കഴിഞ്ഞു, സൺഡേയും കഴിഞ്ഞു. നോ മൺഡേ ആയി, വർക്ക് തുടങ്ങി. തിരിച്ച് കാറ് വരുന്നുണ്ട് അവിടെ. കാറ് പോയി, ഇല്ലെങ്കിൽ ഞാൻ ഓടേണ്ടി വന്നു. എന്താ പറയാ വന്ന്, ഇവിടത്തെ ക്ലൈമറ്റ് കുറച്ച് നല്ലോണം മാറിയതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫാൻ ഇട്ടിട്ട് ഉറങ്ങണ കാരണം എന്താണെന്നറിയില്ല, ഒരു ഇങ്ങനെ മൂക്കടഞ്ഞ് തൊണ്ടൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പൊ സുഖി പറയുന്നുണ്ട് സുഖിക്കും സെയിം സാധനം തന്നെ, ഫാനൊക്കെ ഇനി സ്പീഡ് കുറക്കേണ്ടി വരും. നമ്മൾ സമ്മറിൽ അതേ സ്പീഡിലല്ല ഇപ്പോഴും കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു ഗ്ലൂമി ആയിട്ടുണ്ട്. അത് നമ്മൾ ഈ വെതർ ചേഞ്ച് ആയിട്ട് അഡാപ്റ്റ് ആവാൻ നമുക്ക് എപ്പോഴും വരുമല്ലോ. ചിലവർക്കൊക്കെ ഒരു പനി വന്നു പോകും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുഖി ഇവിടെ നിന്നും വണ്ടി അവിടെ നിന്നും വണ്ടിയില്ല, പോയി. അങ്ങനെ നല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ തോന്നുന്നുണ്ട്. ചുക്കിട്ട കാപ്പി ഇല്ലേ, നോക്കട്ടെ. ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് ചുക്ക് കാപ്പി കുടിക്കാം. നല്ല കുറച്ച് എരിയായിട്ട് കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഒരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കും. വാ അടുത്താളോ, വാ. കൺഫ്യൂസ് ആയിട്ടൊക്കെ നീ ഇരിക്കണ നിന്നാട്ടി തരാ. അതുകൊണ്ടൊക്കെ ചെക്ക ബാലൻസ് ചെയ്ത് നിന്നിട്ടിരിക്കുക. എന്റെ മക്കൾക്ക് തെങ്ങിനായിട്ട് കളിച്ചിട്ട് മതിയാവണില്ല. അവര് ആദ്യമായിട്ടല്ലേ തെങ്ങിന്റെ മണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണത്, അവിടത്തെ സ്മെല്ല് കാര്യങ്ങള്. ഇത് 3 പേരുണ്ട് അവിടെ, സോറോ, റൂഫി, മോമോ. അവന് തെങ്ങിന്റെ എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര ഇഷ്ടാ. അപ്പൊ റൂഫി അടുത്ത് പോകുമ്പോ റൂഫിനെ ചീത്ത പറയാ സോറോ. പോവല്ലടി, അത് എന്റെയാ പറഞ്ഞിട്ട്. എന്തെങ്കിലും കിട്ടിയാ മമ്മ? ശരി മമ്മ പോവാ, വാ വായോ മോംഷി, ബാ ലെറ്റ്സ് ഗോ. ബാ മതി മതി, വാ വാ പോവാ. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് എ ഗാഡ്ജറ്റ്, ഓക്കെ, അനദർ ഗാഡ്ജറ്റ് ഫോർ അവർ യൂട്യൂബ്. കഴിഞ്ഞ
തവണ, അതായത് ഇത് ഞങ്ങളുടെ യൂട്യൂബിന്റെ എത്രാം വരവാണ് സുഖി? 2ാം വരവാ 3ാം വരവാ? 3. തേർഡ് കംബാക്ക് ആണ് കേട്ടാ. ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങി നല്ല ഫുൾ ഓൺ ആയിരുന്നു. അന്ന് ഞങ്ങൾ ഊട്ടിയിലുണ്ടായിരുന്നു, മഞ്ചൂര്. അപ്പൊ അവിടെ അങ്ങനെ ഡെയിലി അവിടെ എവിടെയും പോയി ഓരോ പുതിയ സ്ഥലങ്ങൾ കാണിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്കായി. പിന്നെ ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് ആയിരുന്നു, ഒരു 1 ഇയറോളം ഗ്യാപ്പ് ആയിരുന്നു. പിന്നുള്ള കംബാക്ക് അതും ഭയങ്കര സൈലന്റ് കംബാക്ക് ആയിരുന്നു. ഇത്തവണ ഞങ്ങള് അതുകൊണ്ടാണല്ലോ 100 days ചാലഞ്ച് ഒക്കെ തുടങ്ങി. സോ ദിസ് ഈസ് ദ ന്യൂ ഗാഡ്ജറ്റ്. ഇത് ബോയ മിനി 2. ഇതാണ് മൈക്ക് ഫോർ അവർ മൊബൈൽ. നമുക്ക് വ്ലോഗ് എടുക്കുമ്പോ കുറെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും പറയണത് കേൾക്കണില്ല, സൗണ്ട് കുറവായിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ കുറച്ച് ദൂരെ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അങ്ങനെ. സോ ഇത് ഇവരുടെ പുതിയതാണ് തോന്നുന്നത്. അപ്ഗ്രേഡഡ് സൂപ്പർ മിനി വയർലെസ് മൈക്രോഫോൺ വിത്ത് AI നോയിസ് ക്യാൻസലേഷൻ. എങ്ങനെയുണ്ട് നോക്കാം. ആമസോണിന് വാങ്ങിച്ചത്. നോൺ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, പക്ഷെ റീപ്ലേസബിൾ ആണ്. 10 days എന്തോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. ഇത് സുഖി, ഇത് അടിപൊളിയായിട്ടാ. അവിടെ വന്നോക്ക്. കഴിഞ്ഞ തവണ വാങ്ങിയത് ഒരു വലിയ ബോക്സ് ആയിരുന്നു, അതിന്റെ ഉള്ളിൽ ഒരു വലിയ മൈക്ക് വരുന്നു. ഇത് മിനി ഇട്ടാ. മിനി നോക്ക്, കുഞ്ഞായിട്ടുണ്ട്. നമുക്ക് ക്യാരി ചെയ്ത് പോകാനും ഒക്കെ ഈസി ആയിട്ട്. നമ്മള് മറ്റേ ചെവി വെക്കണ ഹെഡ്ഫോൺ ഇല്ലേ, ഇയർഫോൺ പോലെ ഉണ്ടോ. മൈ ഗോഡ്, സോ ക്യൂട്ട്. ലുക്ക് അറ്റ് ദിസ്. എന്ത് ചെറുതാന്ന് കണ്ടോ? അയ്യോ, നോക്ക്, ഇതൊരു മൈക്കാ. സോ ഇതിപ്പോ ഇങ്ങനെയാണ് ക്ലിപ്പ് അല്ലേ? ക്ലിപ്പ് നമ്മൾ തുണിയിലിതാ ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് വിത്ത് മൈക്ക് വിത്തൗട്ട് മൈക്ക് നോക്കാം. ചാർജ് ഉണ്ടാവുമല്ലോ അല്ലേ? ഫാസ്റ്റ് ചാർജിങ് ആണെന്നും ഇതിന്റെ റിവ്യൂല് ഉണ്ടായിരുന്നു. സുഖി കണക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ചിലപ്പോ കട്ടാവുമായിരിക്കും. സോ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ? 2 മൈക്ക് ഉണ്ട്. കാരണം ഞങ്ങൾ അധികം രണ്ടാളുള്ള വീഡിയോ ഉണ്ടല്ലോ കുറെയൊക്കെ. അതുകൊണ്ട് ഞാൻ സിംഗിൾ മൈക്കുള്ളതിന് ഇനി റേറ്റ് ഒക്കെ കുറവായിരുന്നു. പക്ഷെ നമ്മൾ ചായയും കാപ്പിയാണല്ലോ, അപ്പൊ 2 മൈക്ക് വേണം. 2 മൈക്ക്, പിന്നെ കണക്ടർ. ഇത് നമ്മളുള്ള ഫോണുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്യണം. C-type കണക്ടർ, C-type ചാർജർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇട്ടിട്ട് നമുക്ക് ക്യാരി ചെയ്യുമ്പോൾ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതെനിക്ക് ഇഷ്ടമായി. നൈസ്. ബോയാ എങ്ങനെ ഉണ്ട് നോക്കാം. നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും ഉണ്ട്. നമുക്കിതൊക്കെ പഠിക്കാം. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത് നോക്കി പഠിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ മൈക്കിലിടാം. നിങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയും. ഹലോ, ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞങ്ങൾ 0.5 വെച്ചിട്ട് എടുക്കണ്ടേ. അതെ, മൈക്ക് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ മൈക്ക് വെച്ചിട്ടുണ്ട്. ഓഡിയോ വല്ലതും റെക്കോർഡ് ആവണ്ടെന്ന് അറിയില്ല. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, എനിക്ക് എന്തായാലും ഈ സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഓഡിയോ ക്ലാരിറ്റി ഉള്ള വീഡിയോസായിട്ട് വരും ഇനി നിങ്ങൾ. ഓക്കെ, സോ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഒരു 1 week ഒക്കെ കഴിഞ്ഞിട്ട് പറയാം ഞാൻ. ബോയ മിനി 2. അപ്പം ഇനി വേറെ ആരെങ്കിലുമൊക്കെ ഇത് വാങ്ങണം വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ റിവ്യൂ നോക്കിയിട്ട് പറയാം. ഓക്കെ, ശരി. ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നുണ്ട്, കാണിച്ചു തരാം. സോ ഇപ്പോൾ ഇതിൽ ഞാൻ വെറും എന്താ പറയുക, കുരുമുളകും ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. സോ അത് നമുക്ക് കപ്പിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. നോക്കട്ടെ. ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. ഇതിലേ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പിലൊഴിച്ച് കുടിക്കാം. സോ ഇന്നത്തെ എൻ്റെ ഈവനിങ് ഡ്രിങ്ക് പറഞ്ഞാൽ നല്ല ചുക്ക് കാപ്പിയാണ്. വേണമെങ്കിൽ വെള്ളം ഇടാം. വെള്ളം മീൻസ് ശർക്കര ഉണ്ട്, വേണമെങ്കിൽ ഇടാം. പക്ഷേ മധുരം വേണ്ട വിചാരിച്ചിട്ടാണ്. നോക്കാം. പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഇതാ റൂഫിയും മൊമ്മോ ഇവിടെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. സോറോ സെയിം ലൈക്ക് യെസ്റ്റർഡേ.
റൈസ് ഇല്ലാണ്ട് ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേർക്കും കുറച്ച് കുറച്ച് റൈസ് ഇട്ടിട്ട് കൊടുത്തുണ്ട്. നല്ല കുട്ടികളാണ് എൻ്റെ കുട്ടികൾ അല്ലേ. നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുക കേട്ടോ. ഓട്സ്, ചിയ സീഡ്സ്, ബനാന, പോമഗ്രനേറ്റ്, മാംഗോ ആൻഡ് ബ്ലൂബെറീസ്, പിന്നെ കുറച്ച് യോഗേർട്ട്, പിന്നെ പാല്, വെള്ളം, അത്ര. ഫുള്ള് പാൽ ഒഴിക്കില്ല കേട്ടോ ഞാൻ എപ്പോഴും. പാലും പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ബാക്കി വാട്ടർ, അങ്ങനെയാണ്. ശരി, ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മൾ ഡേ 14 ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, എത്ര വേഗമല്ലേ ഡേ 14 ആയത്. വാ മമ്മിൻ്റെ മോള് വാ വാ, എല്ലാവരും അവിടെ ഇരിക്കണമെന്ന് വാ, മടിയില്ല. അപ്പോൾ സോറോ ഒരു സൈഡായി. ഇത് മൊമോ, റൂഫി ഇത് റൂഫി കുട്ടി. അപ്പോൾ ഞങ്ങൾ ഡേ 14 ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, കുറച്ച് കോൾഡ് പോലെ വരുന്നുണ്ട് എനിക്ക്. മൂക്കൊക്കെ അടഞ്ഞ് വയ്യാത്ത പോലെ ഉണ്ട്. ഇന്ന് കോളൊക്കെ ഉണ്ടായിരുന്നു, മീറ്റിംഗ് കോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അറിയോ? എന്താ പറയുക, 100ൽ 14 days ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നാളെ എണീക്കുമ്പോൾ പനിയാവാതിരുന്നാൽ മതിയായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകാൻ തുടങ്ങി ഇന്ന് മുതൽ. പക്ഷേ ഇനി സ്ഥിരം ഇടണം, കാരണം രാവിലെ നല്ല മഞ്ഞുണ്ട്. തൊപ്പി ഇടണം എന്തായാലും. ജാക്കറ്റിൻ്റെ ഇതിങ്ങനെ ഹുഡി ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, തൊപ്പി ഇട്ടിട്ട് തന്നെ പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം, ഒരു കുഞ്ഞു ദിവസം ഇവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതാ മൈക്ക് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ബെറ്റർ ക്വാളിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇന്ന് നമുക്ക് ഇതിൽ നിന്നൊരു കോട്ട് എടുത്ത് നോക്കാം. വാട്ട് യൂണിവേഴ്സ് ഹാസ് ടു സേ. എന്താ? ആൻഡ് ഹീ ഫൗണ്ട് യു ലോസ്റ്റ് ആൻഡ് ഗൈഡഡ്. ഓ മാൻ, ഭയങ്കര മീനിങ് ഫുൾ ആട്ടത്. ഹീ മീൻസ് ഇറ്റ് ക്യാൻ ബി ഓൾമൈറ്റി ഓർ യൂണിവേഴ്സ് ഓർ സംവൺ. നമ്മൾ ലോസ്റ്റ്, അതായത് നമ്മൾ എങ്ങും അല്ലാതെ അങ്ങനെ പോയിണ്ടായിരുന്നു. ബട്ട് ഹീ ഫൗണ്ട് യു ആൻഡ് ഗൈഡഡ്. നിന്നെ എന്താ പറയുക, നിനക്കൊരു വഴി കാണിച്ചു തന്നു. ഇത് തിന്നാനുള്ളതല്ല കുഞ്ഞാ, നമുക്ക് ഇത് തിന്നാൻ പറ്റില്ല. ഇത് വെറുതെ ഷോ. ഓക്കെ, ഷോ ആണ്. ഓക്കെ, സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് റെഗുലർ വ്യൂവേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഇപ്പം സമയം 11:15 ഇന്ന് പോർച്ചുഗലിൻ്റെ മാച്ച് ഉണ്ട്. അടിപൊളി കളിയാണ് പോർച്ചുഗലിനും സ്പെയിനും തമ്മിൽ. പക്ഷേ എനിക്കിരിക്കാൻ വയ്യ. 1:30 അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ പറ്റില്ല. നാളെ ജിമ്മിൽ പോകണം. അപ്പോൾ സുഖി പിന്നെ ഷിഫ്റ്റ് 2:30 വരെ ഉള്ളതുകൊണ്ട് സുഖി ഇരിക്കും. ഞാൻ എന്തായാലും ഇരിക്കുന്നില്ല. ഞാൻ നാളെ ഹൈലൈറ്റ്സേ കാണുന്നുള്ളൂ. ഐ എം ലൈക്ക് ഐ നീഡ് സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാണ്ട് പറ്റില്ല. അപ്പോൾ ഈ വീക്കെൻഡ് ഫുള്ള് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിരുന്നു കേട്ടോ. സാറ്റർഡേ, സൺഡേ, ഇന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം. ഉറക്കത്തിൽ കോംപ്രമൈസ് വേണ്ട. ഒന്ന് പോയി ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, സോ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഓക്കെ, ആൻഡ് വെർച്വൽ ഹഗ്സ്. ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്. ബൈ. റൂഫി ഗുഡ് നൈറ്റ് പറയേ. ഗുഡ് നൈറ്റ് പറയേ. മോമോ ഗുഡ് നൈറ്റ് പറയേ. ഗുഡ് നൈറ്റ്. ദാ ഞാൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു എല്ലാവരോടും. ഗൈസ് 1:30 മാച്ച്. CR7 റൊണാൾഡോ 1:30 വിചാരിച്ച് ഞാൻ ഉറങ്ങാൻ വിചാരിച്ച് നോക്കുമ്പോൾ 12:30 മാച്ച്. അപ്പോൾ പിന്നെ ഒന്ന് കാണാൻ വിചാരിച്ച്. മിസ് ചെയ്യണ്ട. സുഖി, ഇവർ തോറ്റ ഇതിന്ന് നോക്കൗട്ടല്ലേ? ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പാടില്ല. സുഖിന്റെ മോൻ ഫുൾ സ്ട്രെസ് ഗൈസ്, സ്ട്രെസ്.